ഹലോ ഫ്രണ്ട്സ്, 100 ദിവസത്തെ ഫിനാൻഷ്യൽ ബുക്ക് സമ്മറി ചലഞ്ചിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് സങ്കല്പിക്കുക. പണമില്ല, ബന്ധങ്ങളില്ല, പരിചയങ്ങളുമില്ല. ആകെയുള്ളതൊരു സ്വപ്നം, ഹൃദയത്തിൽ ഒരു തീ, പിന്നെ നിങ്ങളിൽ തന്നെ നിങ്ങൾക്കുള്ള അചഞ്ചലമായ വിശ്വാസം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു നാൾ കോടികൾ സമ്പാദിക്കാൻ കഴിയുമോ? ഈ ചോദ്യമാണ് ഈ പുസ്തകത്തിൻ്റെ അടിത്തറ. പലതവണ വീണിട്ടും ഓരോ തവണയും കൂടുതൽ ശക്തനായി എഴുന്നേറ്റ ഒരു സാധാരണ മനുഷ്യൻ്റെ അസാധാരണമായ യാത്രയിലേക്കാണ് ഈ ചോദ്യം നമ്മെ കൊണ്ടുപോകുന്നത്. ദാരിദ്ര്യം ഒരു ശാപമല്ല, മറിച്ച് നിങ്ങളുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും തെളിയിക്കാനുള്ള ഒരു അവസരമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. പുസ്തകത്തിൻ്റെ ആദ്യ സന്ദേശം ഇതാണ്: ജീവിതത്തിൽ ശൂന്യതയുണ്ടെങ്കിലും ഭയപ്പെടരുത്. ഈ ശൂന്യത നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമായി മാറും. ഈ യാത്രയിലെ ആദ്യത്തെ പാഠം കാഴ്ചപ്പാട് അഥവാ മാനസികാവസ്ഥയാണ്. ചിന്ത മാറാതെ സാഹചര്യങ്ങൾ മാറില്ല. ഈ ഗ്രന്ഥകർത്താവ് പറയുന്നത് അദ്ദേഹം തൻ്റെ ചിന്താരീതിയെ പുതിയതായി രൂപപ്പെടുത്തിയെന്നാണ്. വെല്ലുവിളികളിൽ അവസരങ്ങൾ കാണാനും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും അദ്ദേഹം സ്വയം പരിശീലിച്ചു. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ മറ്റാരും വിശ്വസിക്കില്ലെന്നും അദ്ദേഹം മനസ്സിലാക്കി. രണ്ടാമത്തെ പ്രധാന കാര്യം ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നു എന്നതാണ്. ലക്ഷ്യമില്ലാത്ത യാത്ര എപ്പോഴും വഴിതെറ്റുന്നു. തനിക്ക് സമ്പന്നനാകണമെന്ന് അദ്ദേഹം ആദ്യ ദിവസം തന്നെ തീരുമാനിച്ചു. ആ വലിയ സ്വപ്നത്തെ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുകയും എല്ലാ ദിവസവും ഓരോ ചെറിയ ചുവടുവെപ്പ് നടത്തുകയും ചെയ്തു. മൂന്നാമത്തെ പാഠം പ്രവൃത്തിയാണ്. സ്വപ്നങ്ങൾ ചിന്തിച്ചതുകൊണ്ട് മാത്രം പൂർത്തിയാകില്ല, പ്രവർത്തിച്ചാലേ പൂർത്തിയാകൂ. കഠിനാധ്വാനം, സ്ഥിരോത്സാഹം, ചിലപ്പോൾ ക്ഷീണിച്ചിട്ടും മുന്നോട്ട് പോകേണ്ടി വരും. എങ്ങനെയാണ് അദ്ദേഹം തൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് റിസ്കുകൾ എടുത്തതെന്ന് ഗ്രന്ഥകർത്താവ് പറയുന്നു. പണം നിക്ഷേപിച്ച് പരാജയപ്പെട്ടു, എന്നിട്ടും പിടിച്ചു നിന്നു. നാലാമത്തെ പാഠമാണ് പരാജയത്തെ സ്വീകരിക്കുക. ഓരോ വലിയ വ്യക്തിയും എപ്പോഴെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ട്. വ്യത്യാസം ഇത്രമാത്രം: അവർ ഒരിക്കലും തോൽവി സമ്മതിച്ചില്ല. അഞ്ചാമത്തെ കാര്യം വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. ഒരൊറ്റ വരുമാനം കൊണ്ട് സമ്പന്നനാകാൻ കഴിയില്ല. ജോലിയോടൊപ്പം സൈഡ് പ്രൊജക്റ്റുകളും ഓൺലൈൻ ജോലികളും അദ്ദേഹം ചെയ്തു. പണമുണ്ടാക്കാൻ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നിക്ഷേപിക്കണമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ആറാമത്തെ സന്ദേശം സമയത്തിൻ്റെ പ്രാധാന്യമാണ്. സമയത്തെ തിരിച്ചറിയുന്നവനാണ് മുന്നോട്ട് പോകുന്നത്. ഗ്രന്ഥകർത്താവ് അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കുകയും ഓരോ നിമിഷത്തിൻ്റെയും ഒരു ലക്ഷ്യം നൽകുകയും ചെയ്തു. ഏഴാമത്തെ കാര്യം സ്വയം നിരന്തരം മെച്ചപ്പെടുത്തുക എന്നതാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാറിയില്ലെങ്കിൽ നാം പിന്നോട്ട് പോകും. പുസ്തകങ്ങൾ, കോഴ്സുകൾ, പുതിയ കഴിവുകൾ, ഗ്രന്ഥകർത്താവ് എല്ലാ ദിവസവും സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എട്ടാമത്തെ കാര്യം ശരിയായ കൂട്ടുകെട്ടാണ്. പോസിറ്റീവ് ചിന്താഗതിയുള്ള ആളുകൾ നിങ്ങളുടെ ചിന്തയെയും ജീവിതത്തെയും ഉയർത്തുന്നു. ഗ്രന്ഥകർത്താവ് നെഗറ്റീവ് ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുകയും അദ്ദേഹത്തിന് പ്രചോദനം നൽകുന്നവരുമായി മാത്രം കൂട്ടുകൂടുകയും ചെയ്തു. ഒൻപതാമത്തെ പാഠം ഒരിക്കലും പൂർണ്ണമായി സംതൃപ്തനാകാതിരിക്കുക എന്നാണ്. ഇതിനർത്ഥം അത്യാഗ്രഹമല്ല, മറിച്ച് നിരന്തരം മെച്ചപ്പെടാനുള്ള ആഗ്രഹമാണ്. ഏറ്റവും ആഴത്തിലുള്ള കാര്യം സ്വയം വിശ്വസിക്കുക എന്നതാണ്. നിനക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് ലോകം പറഞ്ഞപ്പോൾ ഗ്രന്ഥകർത്താവ് സ്വയം പറഞ്ഞു, എനിക്ക് കഴിയും. ആ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ ആയുധമായി മാറിയത്. അദ്ദേഹം സ്വയം ഒരു സാമ്പത്തിക സംവിധാനത്തിലേക്ക് മാറി. ഓരോ മാസത്തെയും വരുമാനം, ചിലവ്, സമ്പാദ്യം എന്നിവ ട്രാക്ക് ചെയ്തു. 5% ലാഭിച്ചു. പിന്നീട് 30% വരെ വർദ്ധിപ്പിച്ചു. നിക്ഷേപത്തെക്കുറിച്ചുള്ള അറിവ് അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമുദായത്തിൽ അതിരാവിലെയാണ് ബർക്കത്ത് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മിക്ക പരമ്പരാഗത മുസ്ലിം ബിസിനസ്സുകാരും അതിരാവിലെ എഴുന്നേൽക്കുന്നവരാണ്. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ ഉറങ്ങില്ല. ലോകത്തിലെ ഒട്ടുമിക്ക വിജയശ്രീ ലാളിതരായ സിഇഒമാരും ആപ്പിൾ ടീം കുക്ക് ഉൾപ്പെടെ രാവിലെ 4 മണിക്കോ 5 മണിക്കോ എഴുന്നേൽക്കുന്നവരാണ്. ബാക്കിയുള്ളവർ ഉറങ്ങുമ്പോൾ ഇവർ അന്നത്തെ ദിവസം പ്ലാൻ ചെയ്ത് വർക്ക് തുടങ്ങിയിട്ടുണ്ടാവും. ഉച്ചയാകുമ്പോഴത്തേക്കും പകുതി ജോലിയും തീരും. ഈ ഒരു ടൈം മാനേജ്മെൻ്റ് ആണ് അവരുടെ വിജയത്തിന് മറ്റൊരു രഹസ്യമാണ് വിശ്വാസ്യത. അൽ അമീൻ. പണ്ട് കാലത്ത് എഴുതപ്പെട്ട കരാറുകൾ ഇല്ലാതെ തന്നെ കോടികളുടെ കച്ചവടം മുസ്ലിം വ്യാപാരികൾ ചെയ്തിരുന്നു. വാക്കിനെ വിശ്വസിച്ചാണ്. വേർഡ് ഓഫ് മൗത്ത്. ഞാൻ തരാമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഈ ക്വാളിറ്റിയെ അൽ അമീൻ, വിശ്വസ്തൻ എന്നാണ് പറയുക. MA യൂസഫ് അലി തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ലോകം നിങ്ങളെ വിശ്വസിച്ച് പണം ഏൽപ്പിക്കും. കസ്റ്റമറെ പറ്റിക്കാതെ ഗുണനിലവാരമുള്ള സാധനം കൊടുക്കുക. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതിരിക്കുക. ഇത് ബിസിനസിൻ്റെ ആയുസ് 100 വർഷം വരെ കൂട്ടും. സുഹൃത്തുക്കളെ, മതം ഏതായാലും ബിസിനസ് തത്വങ്ങൾ ഒന്ന് തന്നെയാണ്. ശമ്പളക്കാരനാകാതെ സംരംഭകനാകുക. 2 പലിശയുടെ കെണിയിൽപ്പെടാതെ പാർട്ട്ണർഷിപ്പുകൾ ഉണ്ടാക്കുക. 3 സമ്പാദിക്കുന്നതിൻ്റെ ഒരു വിഹിതം മറ്റുള്ളവർക്ക് നൽകുക. 4 അതിരാവിലെ എഴുന്നേറ്റ് അധ്വാനിക്കുക. 5 വാക്ക് പാലിക്കുക.
ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ, മാറ്റം ഉറപ്പാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് ഏതാണ്? സക്കാത്താണോ അതോ നോ ഇൻട്രസ്റ്റ് പോളിസിയാണോ? താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ മണി സീക്രട്സ് അറിയാൻ റിച്ച് ബുക്സ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.